നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിലെ മെഡിറ്റേഷൻസ് ഓൺ ഫാസ്റ്റ് ഫിലോസഫി പ്രിഫേസ് ടു ദ റീഡർ എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ റെനെ ഡെസ്കാർട്സിൻ്റെ മെഡിറ്റേഷൻസ് ഓൺ ഫാസ്റ്റ് ഫിലോസഫിയുടെ പ്രിഫേസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറച്ച് ആശയങ്ങൾ, അതിനെതിരെ വന്നിട്ടുള്ള കുറച്ച് ഒബ്ജെക്ഷൻസ്, അതിനെ അദ്ദേഹം എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കുറച്ച് പോയിന്റ്സ് ആണുള്ളത്. അപ്പോൾ അതിനെ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുള്ള പോയിന്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ്, ഒരു 1.5 പാരഗ്രാഫൊക്കെ ആയിട്ട് അതിനകത്ത് സംസാരിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങൾക്കും ഒരുപാട് ഒബ്ജെക്ഷൻസ് വന്നിട്ടുണ്ട്. ആ ഒബ്ജെക്ഷൻസ് വന്നതിലൊക്കെയും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ വന്നിട്ടുള്ള എല്ലാ ഒബ്ജെക്ഷൻസിനെയും ഒരുപോലെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കണം അല്ലെങ്കിൽ തിരിച്ച് കൗണ്ടർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള 2 ഒബ്ജെക്ഷൻസ് ആണ് മെയിനായിട്ടും അദ്ദേഹം എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് 2 പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ 3rd പാരഗ്രാഫ് മുതലേക്ക് നമ്മൾ ഈ പറഞ്ഞ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ദ ഫസ്റ്റ് ഒബ്ജെക്ഷൻ ഇസ് ദാറ്റ് തോന്നു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഒബ്ജെക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഒബ്ജെക്ഷൻ 1 എന്താണ്? ജസ്റ്റ് ബിക്കോസ് ദ മൈൻഡ് തിങ്സ് ഇറ്റ് ഈസ് ഓൺലി എ തിങ്കിങ് തിങ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ്സ് ഓൺലി എസെൻസ്. ഇതിനകത്ത് നമുക്ക് വായിക്കുമ്പോൾ ഈ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിനേക്കാൾ നിങ്ങൾക്ക് ഇത് അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ഇങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൻഡിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ചിന്തിക്കാനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ചിന്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ മൈൻഡ്. അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്വാളിറ്റി, യൂസ് എന്നൊക്കെ പറയും. അതെന്താണ്? തിങ്കിങ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒപ്പീനിയനോട് ഒരുപാട് പേര് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിൻ്റെ ഒരേ ഒരു പ്രോപ്പർട്ടി തിങ്കിങ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അറിയാവുന്ന ഒരു പ്രോപ്പർട്ടി തിങ്കിങ് ആയിരിക്കാം. അത് വിചാരിച്ചിട്ട് വേറെ അതിന് യാതൊരു സ്വഭാവ സവിശേഷതകളും ഇല്ല, ക്വാളിറ്റീസും ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം എന്നുള്ള രീതിക്കായിരുന്നു അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള ഒരു ഒബ്ജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത റെസ്പോൺസ് ആണ് ഇനി പറയുന്നത്. ഹി ഡിഡ്ന്റ് മീൻ ടു എക്സ്ക്ലൂഡ് അതർ പോസിബിലിറ്റീസ്. അദ്ദേഹം പറഞ്ഞ് വേറെയും സാധ്യതകൾ ഉണ്ടാവാം, മനസ്സിന് വേറെയും ക്വാളിറ്റീസ് ഉണ്ടാവും, വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ബട്ട് ഓൺലി ടു സേ ദാറ്റ് as far as he could perceive, thinking was the only essential quality of the mind. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്തോളം കാലം, അതായത് ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ മനസ്സിൻ്റെ കഴിവെന്ന് പറയുന്നത് തിങ്കിങ് ആണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാം, പക്ഷെ അത് എന്നെ സംബന്ധിച്ച് ഞാനത് ഫീൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്, അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. He will later argue that this perception is actually true. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അതായത് മനസ്സ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ഇറ്റ് ഇസ് എ തിങ്കിങ് തിങ് എന്നാണ് പറയുന്നത്. തിങ്കിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വസ്തു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അതിനർത്ഥം വേറൊരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതല്ല, പക്ഷേ എനിക്ക് ഫീൽ ആയ ഒരു കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് അദ്ദേഹം അതിനെ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഒബ്ജെക്ഷൻ ആണ് ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് എൻ ഐഡിയ ഓഫ് സംതിങ് പെർഫെക്റ്റ് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദ ഐഡിയ ഇറ്റ് സെൽഫ് ഈസ് പെർഫെക്റ്റ് ഓർ ദാറ്റ് ദ തിങ് ഐ ആം തിങ്കിങ് ഓഫ് ആക്ച്വലി എക്സിസ്റ്റ്. അപ്പോൾ അതായത് ജസ്റ്റ് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അദ്ദേഹം പറയുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ജസ്റ്റ് ബിക്കോസ് ഐ ഹാവ് എൻ ഐഡിയ ഓഫ് സംതിങ് പെർഫെക്റ്റ് എന്നിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഉള്ള ആ ഒരു ഐഡിയ, ആ ഒരു വസ്തുവിനെ കുറിച്ച് എനിക്ക് ഉള്ള ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇറ്റ് doesn't mean that the idea itself is perfect or that the thing I am thinking of actually exists. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഫ്ലവറിനെ കുറിച്ച്, ഒരു പൂവിനെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊന്ന് സിമ്പിളാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു പൂവിനെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലൊരു ഫ്ലവർ എന്ന് പറയുന്ന ഐഡിയ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൻ്റെ പെറ്റൽസിനെ കുറിച്ച്, സ്മെല്ലിനെ കുറിച്ച്, കളറിനെ കുറിച്ച്, അതിൻ്റെ ലീഫ് സംഭവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് വിചാരിച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ട് എന്ത് തന്നെയാണ്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് മേ ബി റിയൽ ആയിരിക്കാം, അത് എക്സിസ്റ്റിംഗ് ആയിരിക്കാം, ഈ പറഞ്ഞ സാധനം പെർഫെക്റ്റ് ആയിരിക്കാം. അതാണ് ആരുടെ ഒപ്പീനിയൻ? നമ്മുടെ ഈ പറയുന്ന റൈറ്ററുടെ അല്ലെങ്കിൽ നമ്മുടെ ഓഥറുടെ ഒപ്പീനിയൻ. അതിനോടാണ് ആർക്ക് എതിർപ്പ് വരുന്നത്? മറ്റുള്ളവർ ഒബ്ജെക്ഷൻ പറയുന്നത്. അതായത് നിങ്ങൾ ഒരു വസ്തുവിനെ കുറിച്ച്, ഒരു സംഭവം, ഈ ഫ്ലവറിൻ്റെ കേസ് എടുത്തത് ആക്ച്വൽ ഇതല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഫ്ലവറിനെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒറിജിനൽ വസ്തു അവിടെ ഉണ്ട് എന്നോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആണോ എന്നർത്ഥമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചാൽ അങ്ങനെ വസ്തു ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിക്കൊള്ളണം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള വാദം. അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത റെസ്പോൺസ്, വെൻ ഐ സേ ഐഡിയ, ഞാൻ
ഐഡിയ എന്ന് പറയുന്ന സമയത്ത് ഐ ക്യാൻ മീൻ ഇറ്റ് ഇൻ 2 ways. അത് 2 തരത്തിൽ എനിക്ക് എടുക്കാം. 1 way is the actual thought in my mind. ഒന്ന് എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ട്, ഒരു ഫ്ലവറിനെ കുറിച്ച് എൻ്റെ മനസ്സിലുള്ള തോട്ട് ഉണ്ടല്ലോ, അത് വിച്ച് ഇസ് പെർഫെക്റ്റ്. അത് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതായത് എൻ്റെ മനസ്സിലിപ്പോൾ അതിനെക്കുറിച്ചൊരു കളർ, അതിൻ്റെ ഭംഗി, സ്മെല്ല്, കാര്യങ്ങൾ, വലിപ്പം ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അത് പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ദ അതർ വേ ഇസ് എ തിങ് ഐ ആം തിങ്കിങ് അബൌട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽ ഫ്ലവർ ആണ്. എന്തിനെക്കുറിച്ചാണോ ഞാൻ ആ ചിന്തിക്കുന്നത്, ആ വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച് ക്യാൻ ബി പെർഫെക്റ്റ് ഈവൻ ഇഫ് ഇറ്റ് ഡസൻ എക്സിസ്റ്റ് ഔട്ട്സൈഡ് മൈ മൈൻഡ്. അപ്പോൾ ആക്ച്വലി അങ്ങനെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു വസ്തു അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതെന്താണ്, അതെന്നെ സംബന്ധിച്ച് പെർഫെക്റ്റ് തന്നെയാണ്. ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ആ വസ്തു എന്ന് പറയുന്നത് പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ മേ ബി എന്താവാം, ഡിഫക്റ്റിലുള്ളതാവാം, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കാം. ലേറ്റർ ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ ഹാവിങ് ആൻ ഐഡിയ ഓഫ് സംതിങ് പെർഫെക്റ്റ് മീൻസ് ദാറ്റ് ഇറ്റ് റിയലി എക്സിസ്റ്റ്. അപ്പോൾ അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആണോ എന്നുള്ളതോ എന്നെ സംബന്ധിച്ച് എന്താണ്, അത് കറക്റ്റാണ് അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വസ്തുവാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ഐഡിയ മേ ബി ഇംപെർഫെക്റ്റ് ആയിരിക്കാം എന്നാണ് അദ്ദേഹം തിരിച്ചു പറയുന്നത് കേട്ടോ. അതാണ് മെയിനായിട്ട് വരുന്ന 2 ഒബ്ജെക്ഷൻസ്. അത് ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഫസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് തിങ്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിന് തിരിച്ച് കൗണ്ടർ ആയിട്ട് അവർ അങ്ങനെയല്ല, മൈൻഡിന് വേറെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് കൗണ്ടർ ചെയ്യുന്നവർ പറയുകയാണ്. അപ്പോൾ അതേ സാധനം തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഇത്തരത്തിൽ എനിക്ക് ഫീൽ ആവുന്ന മൈൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ മൈൻഡ് ആസ് എ തിങ്കിങ് തിങ് എന്ന് അദ്ദേഹം പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് മേ ബി ഇംപെർഫെക്റ്റ് ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ആ ഐഡിയ എന്തിൽ നിന്നാണോ വന്നിട്ടുള്ളത്, ആ ഒരു വസ്തു അദ്ദേഹത്തെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആണ്. മേ ബി അത് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്തതായിരിക്കാം. എന്നിരുന്നാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചത് പെർഫെക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനും ഈ പറഞ്ഞ മാതിരിക്ക് എതിർപ്പ് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒറിജിനൽ ഒബ്ജക്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള രീതിക്ക് അതിനൊരു എതിർപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 ഒബ്ജെക്ഷൻസ് ആണ് മെയിനായിട്ടും അതിനകത്ത് പറയുന്നത്. പിന്നെ പറയുന്നത്, ഡെസ്കാർട്സ് മെൻഷൻ ദാറ്റ് ഹി ഹാസ് ബീൻ ത്രൂ ട്രീറ്റൈസസ് ദാറ്റ് ക്രിട്ടിസൈസ് ഹിസ് കൺക്ലൂഷൻസ് ബട്ട് ദെയർ ആർഗ്യുമെൻറ്റ്സ് ആർ വീക്ക് ആൻഡ് ബേസ്ഡ് ഓൺ കോമൺ എത്തിയിസ്റ്റ് ഒബ്ജെക്ഷൻസ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം കണ്ടിട്ടുണ്ട്, അതായത് 1-2 ട്രീറ്റൈസസ് അദ്ദേഹത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസിനെ, മെയിനായിട്ടും അദ്ദേഹം പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നൊന്നും കേൾക്കാണ്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സിനെ മാത്രം കീറി മുറിച്ചുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള 2 മറ്റ് വ്യക്തികളുടെ ട്രീറ്റൈസുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയാണ്, ബട്ട് ദെയർ ആർഗ്യുമെൻറ്റ്സ് ആർ വീക്ക് ആൻഡ് ബേസ്ഡ് ഓൺ കോമൺ എത്തിയിസ്റ്റ് ഒബ്ജെക്ഷൻസ്. അപ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള കാര്യമാണ്. വെറുതെ കുറച്ച് എത്തിയിസ്റ്റ് ഒബ്ജെക്ഷൻസ്, നമ്മൾ ദൈവമില്ലാതെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അത്തരത്തിൽ എത്തിയിസ്റ്റ് ഒബ്ജെക്ഷൻസ് മാത്രമാണ് അതെല്ലാം. ഹി ഡസൻ വാണ്ട് ടു അഡ്രസ് ദീസ് ക്രിറ്റിസിസംസ് ഡയറക്റ്റ്ലി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതൊന്നും എനിക്ക് എല്ലാത്തിനെയും എടുത്ത് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് ഇറ്റ് മൈറ്റ് ഗീവ് ദം മോർ അറ്റൻഷൻ ദാൻ ദേ ഡിസർവ്. കാരണം യാതൊരു വാല്യൂവും ഇല്ലാത്ത കുറേ നമ്മളിപ്പോൾ കുറേ പേര് ആരെങ്കിലും കുറേ ഇങ്ങനെ കളിയാക്കുന്നു, കുറേ ബ്ലെയിം ചെയ്യുന്നു, ഇതിനൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വിട്ടുകൊടുത്താൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് അവർ പറയുന്ന ക്രിറ്റിസിസത്തിന് എന്തുണ്ടാവുന്നത്, വാല്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതിന് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു വാല്യൂ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ഇൻസ്റ്റെഡ് ഹി നോട്ട്സ് ദാറ്റ് അഥീസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഓഫൺ റിലൈ ഓൺ 2 flawed assumptions. അപ്പോൾ അദ്ദേഹം പറയും, ഇത്തരത്തിലുള്ള അഥീസ്റ്റ് ആർഗ്യുമെൻറ്റ്സ് പൊതുവെ എന്തിലാണ് നിൽക്കാറുള്ളത്, തെറ്റായിട്ടുള്ള കുറച്ച് അസംഷൻസിലാണ് നിൽക്കാറില്ല. 2 അസംഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ 2 വിശ്വാസങ്ങളിൽ ഊന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആട്രിബ്യൂട്ടിങ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ടു ഗോഡ്. ഹ്യൂമൻ ഇമോഷൻസിനെയും ലിമിറ്റേഷൻസിനെയൊക്കെ ഗോഡിൽ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ഓവർ എസ്റ്റിമേറ്റിംഗ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് എബിലിറ്റീസ്. മനുഷ്യന്മാരെന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവം എന്ന് പറയുന്ന സംഭവത്തിനേക്കാളിലൊക്കെ മുകളിൽ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സംഭവമില്ല, മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല, മനുഷ്യന്മാർക്ക് അത്രയും ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാം, വല്ലാണ്ട് പുകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ളൊരു വിശ്വാസം. ഈ 2 സംഭവങ്ങളിലാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള മണ്ടൻ ചിന്താഗതികൾ ഉയർന്നു വരുന്നത് എന്നാണ് പറയുന്നത്. Descartes emphasizes that keeping in mind the limitations of human understanding and the infinite nature of God will help address these criticisms. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മനസ്സിലെന്തുണ്ടാവണം, മനുഷ്യരെന്ന് പറയുന്ന നിസ്സാരമായൊരു
ജീവിയാണ്, അവർക്ക് അതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഗോഡിൻ്റെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് അത്രയും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പ്രസൻസിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുകയും അതേപോലെ മനുഷ്യനെന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളവരാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി ഡെസ്കാർട്സ് വേറെ എന്തൊക്കെ പറയുന്നുണ്ട്? ഹി അക്നോളജസ് ദാറ്റ് ഹിസ് വർക്ക് മേ നോട്ട് ബി വൈഡ്ലി അക്സെപ്റ്റഡ് ഓർ അണ്ടർസ്റ്റുഡ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രയൊന്നും അക്സെപ്റ്റ് ചെയ്യപ്പെടാനോ മനസ്സിലാക്കപ്പെടാനോ സാധ്യതയില്ല. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് വളരെ ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ്, അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ട് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിട്ടുള്ള നമുക്ക് മനസ്സിലാവും. അഡ്വൈസസ് ദാറ്റ് ഓൺലി ദോസ് ഹു ആർ വില്ലിംഗ് ടു തിങ്ക് ഡീപ്ലി ആൻഡ് ക്രിട്ടിക്കലി ഷുഡ് റീഡ് ഹിസ് വർക്ക്. അപ്പോൾ അദ്ദേഹം പറയണം ഡീപ്പായിട്ട് ചിന്തിക്കാനും ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ആളുകൾ മാത്രം അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വായിച്ചാൽ മതി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെയാണ് അത് വായിക്കേണ്ട ആവശ്യമുള്ളൂ. വാണ്ട്സ് ദാറ്റ് ദോസ് ഹു ഓൺലി ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു ക്രിട്ടിസൈസ് വിത്തൗട്ട് ട്രൂലി അണ്ടർസ്റ്റാൻഡിങ് ദ മെറ്റീരിയൽ വിൽ നോട്ട് ബെനിഫിറ്റ് ഫ്രം റീഡിങ് ഹിസ് ട്രീറ്റൈസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജസ്റ്റ് ഒരു ബുക്ക് വായിക്കുന്നത് ആ ബുക്കിനെ കുറിച്ച് കുറ്റം പറയാനാണ്, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നും യാതൊരു ഗുണവും ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. In essence, Descartes is setting a high bar for his readers, encouraging only those who are genuinely interested in philosophical inquiry and willing to engage with his ideas in a thoughtful and open-minded way. അപ്പോൾ അദ്ദേഹം സിമ്പിളായിട്ട് ഇത്ര പറയുന്നുള്ളൂ, അതായത് എൻ്റെ വർക്കുകളെ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായ രീതിയിൽ എടുക്കാനും പറ്റുന്ന ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം എൻ്റെ വർക്ക് വായിച്ചാൽ മതി, അല്ലാത്തവർ കഷ്ടപ്പെട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാവാത്ത ഭാഷ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാംഗ്വേജിനേക്കാൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ പഠിച്ചിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിന് മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ വരുന്നത് ഡെസ്കാർട്സിൻ്റെ തന്നെ കുറച്ചുകൂടെ പോയിന്റ്സ് ആണ്. He doesn't expect to immediately convince everyone of his ideas. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മറ്റുള്ളവരെയും എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ വെച്ചിട്ട് എന്താ പറയുക കൺവിൻസ് ചെയ്യിക്കൽ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെക്ടേഷനുള്ള കാര്യമല്ല. He will share his thought process and reasoning in the meditations. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് റീസണിങ് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസിൽ കൊടുത്തിട്ടുണ്ട്. He has shared his work with learned critics and will include their objections and his responses. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ അത്യാവശ്യം നല്ല ജ്ഞാനമുള്ള ക്രിട്ടിക്കുകളുടെ കയ്യിൽ കൊടുക്കുകയും അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ കൊടുത്തിട്ട് അവരുടെ റെസ്പോൺസുകൾ അതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. Asks readers to withhold judgment until they have read both the meditations and the objections with replies. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വായനക്കാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കറക്റ്റായിട്ട് വായിച്ച് അതിൻ്റെ റിപ്ലൈസ് എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് വിത്ത്ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ വായിക്കുക, എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വായിക്കുക, ആ ഒരു രീതിക്ക് ഒരിക്കലും ഒരു വർക്കിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പാടില്ല. ഇൻ എസെൻസ് ഡെസ്കാർട്സ് ഇസ് ഇൻവൈറ്റിംഗ് റീഡേഴ്സ് ടു എൻഗേജ് വിത്ത് ഹിസ് ഐഡിയാസ് ഇൻ എ തോട്ട്ഫുൾ ആൻഡ് ക്രിട്ടിക്കൽ വേ കൺസിഡറിങ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ് ബിഫോർ ഫോമിങ് ആൻ ഒപ്പീനിയൻ. അപ്പോൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിന് മുൻപായിട്ട് കറക്റ്റായിട്ട് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമ്മളവിടെ ഫോം ചെയ്തെടുക്കണം. അല്ലാതെ വെറുതെ ഫസ്റ്റ് വായിക്കുന്ന ഇംപ്രഷനിൽ തോന്നുന്നതിനെ തന്നെ നമ്മൾ ആ നെഗറ്റീവാക്കി പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അതിൻ്റെ പല പല ആസ്പെക്റ്റുകൾ നമ്മൾ എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണെങ്കിൽ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. താങ്ക്